മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയമായ ഒരു വാർത്തയായിരുന്നു ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടു എന്നത്. ഏതെങ്കിലും വിജനമായ സ്ഥലത്തല്ല, മറിച്ച് ഒരു നഗരഹൃദയത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിനുള്ളിൽ വെച്ചാണ് ആ ക്രൂരകൃത്യം അരങ്ങേറിയത്. കുറ്റകൃത്യത്തിന്റെ ആസൂത്രിത സ്വഭാവം പൂർണ്ണമായും വെളിപ്പെടുന്നത് തട്ടിക്കൊണ്ടുപോകലിന്റെ ആദ്യഘട്ടങ്ങളിലെ ഓരോ നീക്കങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ്. സാധാരണ യാത്രയെന്നുള്ള തോന്നലുണ്ടാക്കി അതിനെ കൃത്യമായ സിഗ്നലുകളിലൂടെയും ആസൂത്രിതമായ അക്രമങ്ങളിലൂടെയും തടസ്സപ്പെടുത്തിയത് ഈ ഓപ്പറേഷന്റെ പിന്നിലെ ഗൂഢാലോചനയുടെ ആഴം വ്യക്തമാക്കുന്നു. 2017 ഫെബ്രുവരി 17 രാത്രി 7 മണിക്ക് ശേഷമാണ് ആ ക്രൂരതയുടെ നാടകത്തിന് തിരശ്ശീല ഉയർന്നത്. തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര തിരിച്ച നടിയെ ആക്രമിക്കുവാനുള്ള പദ്ധതി നടപ്പിലാക്കാൻ ചുമതലയേറ്റത് പൾസർ സുനി, മാർട്ടിൻ, സലീം, പ്രദീപ്, വിജേഷ് എന്നിവരടങ്ങുന്ന സംഘമായിരുന്നു. രാത്രി 9 മണിയോടെ നടിയുടെ കാർ അങ്കമാലിയിൽ നിന്നും കാത്തുനിന്ന സംഘത്തെ കടന്നുപോയപ്പോൾ വാഹനത്തിന്റെ ഡ്രൈവറായിരുന്ന മാർട്ടിന്റെ ഫോണിൽ നിന്ന് പൾസർ സുനിൽക്ക് ഒരു സന്ദേശമെത്തി. അതായിരുന്നു ആക്രമണം തുടങ്ങാനുള്ള കൃത്യമായ സൂചന. സിഗ്നൽ ലഭിച്ച ഉടൻ പൾസർ സുനി ഓടിപ്പിച്ചിരുന്ന ടെമ്പോ വാൻ നടിയുടെ കാറിനെ പിന്തുടരുകയും പിന്നിൽ മനഃപൂർവ്വം ഇടിക്കുകയും ചെയ്തു. അതൊരു അപകടമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു അത്. വാനിൽ നിന്ന് ഇറങ്ങി മണി കാർ ഡ്രൈവറായ മാർട്ടിനോട് ക്ഷമ ചോദിക്കുന്നതായി അഭിനയിച്ചു. എന്നാൽ ഈ ഗൂഢാലോചനയിലെ മാർട്ടിന്റെ പങ്ക് വ്യക്തമാക്കുന്നതായിരുന്നു അയാളുടെ മറുപടി. കാറിലുള്ള മാഡത്തിനോട് പറയി എന്നാണ് മാർട്ടിൻ മണിയോട് പറഞ്ഞത്. ഈ നാടകം അവർക്ക് നടിയുടെ അടുത്തേക്ക് എത്താനുള്ള അവസരമൊരുക്കി. അപ്രതീക്ഷിതമായി വിജേഷ് കാറിന്റെ പിൻസീറ്റിലേക്ക് ചാടിക്കയറി. പിന്നാലെ മണിയും കയറി നടിയുടെ ഇരുവശത്തായി ഇരുന്നു. അപകടം നടന്നതിന്റെ പേരിൽ ഡ്രൈവറോട് സംസാരിക്കാനാണ് അവർ കാറിൽ കയറിയതെന്നാണ് നടി ആദ്യം കരുതിയത്. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ യാഥാർത്ഥ്യം വ്യക്തമായി. ആദിത്യൻ ഞെട്ടലിൽ നിന്നും മോചിതനാവുന്നതിന് മുൻപേ ഓടുന്ന വാഹനത്തിനുള്ളിൽ നടി ഒരു ഭീകരമായ ദുരനുഭവത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയായിരുന്നു. വാഹനത്തിനുള്ളിൽ നടന്ന സംഭവങ്ങൾ കേവലം കവർച്ചയല്ലായിരുന്നു, മറിച്ച് ലൈംഗികമായി ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോടുകൂടെയുള്ള കൊട്ടേഷൻ ആയിരുന്നുവെന്ന് ഈ ഘട്ടം വെളിപ്പെടുത്തുന്നു. വ്യവസ്ഥാപിതമായ ക്രൂരതയോടെയാണ് പ്രതികൾ ഓരോ നീക്കവും നടത്തിയത്. ഇരയുടെ മാനസിക നില തകർക്കുക എന്നത് തന്നെയായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. മാർട്ടിൻ വീണ്ടും കാർ ഓടിച്ചു തുടങ്ങിയതോടെ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ 2 വാഹനങ്ങളും നിർത്തി. തുടർന്ന് നടന്നത് കുറ്റകൃത്യത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കുന്ന നിർണായകമായ നീക്കമായിരുന്നു. നടിയുടെ കാറിൽ നിന്ന് ഡ്രൈവർ മാർട്ടിനും വിജേഷും പുറത്തിറങ്ങി ടെമ്പോ വാനിലേക്ക് കയറി. അതോടൊപ്പം മണി നടിയുടെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറി. ശേഷം ഓപ്പറേഷൻ സൂത്രധാരനായിരുന്ന പൾസർ സുനി കാറിന്റെ പിൻസീറ്റിൽ നടിയുടെ അടുത്തായി വന്നിരുന്നു. ഇതോടെ നടിയുടെ വാഹനത്തിൽ മണി, പൾസർ സുനി, നടി എന്നിവർ മാത്രമായി. കൊച്ചിയിലെ തിരക്കേറിയ ദേശീയപാതയിലൂടെ വാഹനം മുന്നോട്ട് നീങ്ങുമ്പോൾ കുറച്ചു നേരത്തേക്ക് കാറിനുള്ളിൽ പൂർണ്ണ നിശബ്ദതയായിരുന്നു. മുഖം മറച്ചിരുന്നുവെങ്കിലും പൾസർ സുനിയെ നടി തിരിച്ചറിഞ്ഞു. 1 മാസം മുൻപ് ഗോവയിൽ നടന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് സുനി നടിയുടെ ഡ്രൈവറായിരുന്നു. താൻ ആരാണെന്ന് മനസ്സിലായെന്ന് ഉറപ്പായതോടെ സുനി മുഖംമൂടി മാറ്റി. ശേഷം നടിയോട് നേരിട്ട് പറഞ്ഞു, നിങ്ങളെ ഫോളോ ചെയ്ത് വന്നത് ശരിയാണെന്നും ഇതൊരു കൊട്ടേഷനുമാണെന്നും. ആരുടെ കൊട്ടേഷൻ ആണെന്ന ചോദ്യത്തിന് അയാൾ മറുപടി നൽകിയില്ല. പകരം നഗ്നശരീരത്തിൽ വിവാഹ നിശ്ചയ മോതിരം വ്യക്തമായി കാണുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ എടുക്കാനാണ് തനിക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നതെന്ന് അയാൾ വെളിപ്പെടുത്തി. ആക്രമിക്കപ്പെട്ടത് നടി തന്നെയാണെന്ന് കൊട്ടേഷൻ നൽകിയ ആൾക്ക് തെളിവ് നൽകാൻ വേണ്ടിയായിരുന്നു ഇത്. വീട്ടിലെത്തിയാൽ ഫോട്ടോ എടുത്ത് നൽകാമെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നടി ശ്രമിച്ചെങ്കിലും നിങ്ങൾ അത്ര ബുദ്ധിമുട്ടണമെന്നില്ല, ഞങ്ങൾ തന്നെ ഫോട്ടോ എടുത്തോളാം എന്നായിരുന്നു സുനിയുടെ ക്രൂരമായ മറുപടി. നടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ സുനിയുടെ ഭീഷണി കടുത്തു. ബഹളം വെച്ചാൽ കൂടുതൽ പുരുഷന്മാർ കാത്തിരിക്കുന്ന ഒരു ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുമെന്നായിരുന്നു ഭീഷണി. ഈ ഭീഷണി നടിയെ മാനസികമായി തളർത്തി. ആ നിമിഷം താൻ മരവിച്ച പോലെയായി എന്നും ഇങ്ങനെയെങ്കിലും ഈ ദുരവസ്ഥയെ അതിജീവിച്ച് സുരക്ഷിതയായി പുറത്തു കടക്കുക എന്ന ചിന്ത മാത്രമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ എന്നും നടി പോലീസിനോട് മൊഴി നൽകി. തുടർന്ന് പ്രതികൾ നടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഈ ദൃശ്യങ്ങൾ 8 വ്യത്യസ്ത വീഡിയോകളിലാക്കി മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. കൊട്ടേഷൻ പ്രകാരമുള്ള കൃത്യം നിർവഹിച്ചതിന് ശേഷം പൾസർ സുനിയും മണിയും കാറിൽ നിന്നിറങ്ങി. യഥാർത്ഥ ഡ്രൈവറായ മാർട്ടിൻ വീണ്ടും ഡ്രൈവിംഗ് സീറ്റിലെത്തി നടിയുമായി യാത്ര തുടർന്നു. ആ ഭീകരമായ യാത്രയുടെ അന്ത്യത്തിൽ ആഴത്തിലുള്ള മാനസികാഘാതത്തിനിടയിലും സുരക്ഷിതമായ ഒരിടം കണ്ടെത്താനുള്ള നടിയുടെ ധീരമായ ശ്രമം ആരംഭിച്ചു. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അതിജീവിത കാണിച്ച അസാമാന്യമായ മനസാന്നിധ്യം, അവർക്ക് ലഭിച്ച അതിവേഗത്തിലുള്ള പിന്തുണയും ഒരു വ്യക്തിപരമായ ദുരന്തത്തെ മിനിറ്റുകൾക്കുള്ളിൽ ഔദ്യോഗിക പോലീസ് അന്വേഷണമാക്കി മാറ്റുന്നതിൽ നിർണായകമായി. ഈ ഘട്ടത്തിലെ ദ്രുതഗതിയിലുള്ള നടപടികളാണ് കേസിന്റെ ഗതി നിർണയിച്ചത്. രാത്രി 10:30 നടി സംവിധായകനും നടനുമായ ലാലിന്റെ വീട്ടിലേക്ക് സഹായം അഭ്യർത്ഥിച്ച് ഓടിക്കയറി. അക്രമികൾ കാറിൽ നിന്നിറങ്ങി ഉടൻ തന്നെ
നടി ലാലിനെ ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചിരുന്നു. നടിയുടെ അവസ്ഥ കണ്ട് ഞെട്ടിയ ലാൽ ഉടൻ തന്നെ പോലീസിനെയും അടുത്ത സുഹൃത്തുക്കളെയും വിവരമറിയിച്ചു. വിവരമറിഞ്ഞ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉടൻ തന്നെ ലാലിന്റെ വീട്ടിലെത്തി. സംഭവത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് നിയമ സംവിധാനം അതിവേഗം ചലിച്ചു. രാത്രി 11 മണിക്ക് തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എം ബിനോയ് സ്ഥലത്തെത്തി. രാത്രി 11:30 PT തോമസ് MLA എത്തിച്ചേർന്നു. രാത്രി 12:30 ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയും സ്ഥലത്തെത്തി. PT തോമസിന്റെ സാന്നിധ്യം വളരെ നിർണായകമായിരുന്നു. അദ്ദേഹം തന്റെ ഫോണിൽ നിന്ന് IG വിളിച്ച് നടിയോട് സംസാരിക്കാൻ അവസരമൊരുക്കി. കാറിനുള്ളിൽ വെച്ച് തനിക്കുണ്ടായ ദുരനുഭവം നടി IGയോട് നേരിട്ട് വിശദീകരിച്ചു. കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ പോലീസിന്റെ ഔദ്യോഗിക അന്വേഷണത്തിന്റെ ആദ്യ ചുവടുവെപ്പുകൾ അവിടെ ആരംഭിക്കുകയായിരുന്നു. ഗൂഢാലോചനയുടെ ആദ്യ കണ്ണിയെ തിരിച്ചറിയുന്നതിനും കേസിന്റെ അടിത്തറ പാകുന്നതിലും അന്വേഷണത്തിന്റെ ആദ്യ മണിക്കൂറുകൾ നിർണായകമായി. ഡ്രൈവറുടെ മൊഴിയിലെ പൊരുത്തക്കേടുകൾ തിരിച്ചറിഞ്ഞതും സംഭവ സ്ഥലത്ത് നടത്തിയ ശാസ്ത്രീയ പരിശോധനകളും അന്വേഷണത്തിന് കൃത്യമായ ദിശാബോധം നൽകി. നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഡ്രൈവർ മാർട്ടിൻ പോലീസിനോടും MLAയോടും വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ മൊഴികളിൽ പ്രകടമായ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ PT തോമസ് MLA അസിസ്റ്റന്റ് കമ്മീഷണറെ മാറ്റി നിർത്തി ഡ്രൈവറെ വിട്ടയക്കരുതെന്നും ഇയാൾ ഗൂഢാലോചനയുടെ ഭാഗമാവാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാർട്ടിനെ ഉടൻ തന്നെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പുലർച്ചെ 2 മണിയോടെ സയന്റിഫിക് വിദഗ്ധർ സ്ഥലത്തെത്തി നടി സഞ്ചരിച്ച കാർ വിശദമായി പരിശോധിച്ചു. ഇതിനിടെ അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി P രാജീവും സംഭവ സ്ഥലത്തെത്തിയിരുന്നു. പോലീസ് നടപടിക്രമങ്ങളുടെ ഭാഗമായി പുലർച്ചെ 4 മണിക്ക് നടിയെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയി. അന്വേഷണങ്ങൾ പൂർത്തിയായതോടെ ഈ വാർത്ത കേരള സമൂഹത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന വലിയ പ്രകമ്പനങ്ങളുടെ തുടക്കമായിരുന്നു അത്. അടുത്ത ദിവസം കേരളം ഉണർന്നത് അതുവരെ കേട്ടുകേൾവിയില്ലാത്ത കൊട്ടേഷൻ ബലാത്സംഗം എന്ന ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ്. ഒരു പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി ഓടുന്ന വാഹനത്തിലിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന യാഥാർത്ഥ്യം ഒരു വ്യക്തിക്കെതിരായ ആക്രമണം എന്നതിലുപരി സിനിമാ മേഖലയിലെ ക്രിമിനൽ ശൃംഖലയുടെ ആഴം വെളിപ്പെടുത്തുന്ന ഒന്നായി മാറി. ഈ സംഭവം അന്വേഷണത്തിന്റെ കേന്ദ്രബിന്ദുവായ നിരവധി ചോദ്യങ്ങൾ ഉയർത്തി. ആരാണ് പൾസർ സുനി? സിനിമാ മേഖലയുമായി അയാൾക്കുള്ള ബന്ധമെന്താണ്? ഇത്രയും ക്രൂരമായ ഒരു കൃത്യം ഏറ്റെടുക്കാൻ അയാൾക്ക് എങ്ങനെ കഴിഞ്ഞു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള അന്വേഷണമാണ് പിന്നീട് കേരളം കണ്ട ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച കേസുകളിലൊന്നിലേക്ക് നയിച്ചത്.